ഇങ്ങനെ ഇരുന്ന് ഞാൻ എങ്ങനെ ഇങ്ങനെയായി നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും അറിയാൻ പാടില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്യാം. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നമ്മളൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ട്ടോ ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വലിയ പിടുത്തമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് തട്ടിക്കൂട്ടി ചെയ്യുന്ന മേക്കപ്പാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ വക സാധനങ്ങളൊക്കെ എൻ്റെ മുഖത്തിടുന്നത്. അതിൻ്റേതായ കുറവുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് തന്നേക്കണേ. ആദ്യം ഞാൻ വിഷ് കെയറിൻ്റെ ഒരു സൺസ്ക്രീൻ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് വാട്ടർ ബേസ്ഡ് സൺസ്ക്രീൻ ആണ് വർക്ക് ആവാറ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു പ്രൈമർ എടുത്തിട്ട് ഇട്ടു കേട്ടോ. പ്രൈമർ എടുത്ത് ഞാൻ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്തു. ബിക്കോസ് ഞാൻ അതും ഇതൊക്കെ വാരി തേക്കാൻ പോവാണ്. ആ തേക്കുമ്പോൾ അതൊക്കെ അവിടെ ഇരിക്കണം. എനിക്ക് പ്രൈമർ അത്യാവശ്യമായിട്ട് തന്നെ തേക്കണം നമ്മൾ. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രൈമർ മാഴ്സിൻ്റെ ഒരു പ്രൈമർ ഉണ്ടായിരുന്നു. അത് അടിപൊളി പ്രൈമറായിരുന്നു. പക്ഷെ അത് കാണുന്നില്ല. ഞാൻ തപ്പി തപ്പി മടുത്തു. അപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു ബ്ലൂ ഹെവൻ്റെ പ്രൈമർ എടുത്തിട്ടാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ മറ്റേ കളർ കറക്റ്ററിൻ്റെ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതിൽ നിന്ന് നമ്മുടെ ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിലും ഡാർക്ക് സ്പോട്ട്സ് ഡാർക്ക് ആയിട്ട് ഇരിക്കുന്ന ഏരിയാസിൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് ഓറഞ്ച്. പിന്നെ ഞാൻ പച്ച കളർ എടുത്തിട്ട് ഞാനൊരു കുരു എൻ്റെ മുഖത്തിരുന്ന് ഞാൻ ഇന്നലെ കുത്തി പൊട്ടിച്ചു. രാത്രി എനിക്ക് ഇങ്ങനെ കിള്ളി കിള്ളി ഞാനത് പൊട്ടിച്ചു. അപ്പോൾ അവിടെ ചുമന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു ഗ്രീൻ കളർ കറക്റ്ററും കൂടി എടുത്തിട്ടു കേട്ടോ. പിന്നെ ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് കൈ വെച്ച് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലർ എടുത്തിട്ട് ലാക്മേയുടെ ആൽമണ്ട് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ എൻ്റെ കൺസീലർ. എന്നിട്ട് പിന്നെ ഈ സാധനം എടുത്ത് പുലി മാന്തിയാൽ അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ട് വരച്ചു. എൻ്റെ മുഖം കണ്ട ശരിക്കും അതുപോലെ ഇല്ലേ? യെസ്. ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ട ഒരു ഇതിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ പുലി മാന്തിയാൽ അവിടെ ഇവിടെയൊക്കെ വരച്ചു കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എനിക്ക് മതിയായില്ല. ഞാൻ പിന്നെയും കുറേ മാന്തി. എന്നിട്ട് വീണ്ടും ഞാൻ അതൊക്കെ ശരിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തോട്ടെ. ഒരു വിധത്തിൽ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസസ് കാനഡയുടെ ഒരു ടിൻഡഡ് മോയ്സ്ചറൈസറാണ്. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല ഈ ഒരു ലുക്കിൽ. ഞാൻ ടിൻഡഡ് മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ടിൻഡഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എടുത്ത് അത് ഫേസസ് കാനഡയുടെ ആണ്. അതെടുത്തിട്ട് ഞാൻ മീഡിയം ആയിട്ടുള്ള ഒരു ഇതാണ് ടോണാണ്. അതെടുത്ത് ഞാൻ ഫേസിൽ മൊത്തം തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ലാക്മേയുടെ തന്നെ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഞാൻ ഇത് മിഡാസിൽ പോയപ്പോൾ മേടിച്ചാണ് കഴിഞ്ഞ ദിവസം. അതെടുത്തിട്ട് ഞാൻ ഓയിലായിട്ടിരിക്കുന്നിടത്തൊക്കെ അപ്ലൈ ചെയ്തു. പിന്നെ ഞാനത് പതുക്കെ എക്സസ് ആയിട്ടുള്ളത് ഞാൻ തുടച്ചും കളഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണെഴുതാൻ തുടങ്ങിയപ്പോഴാണ് അയ്യോ ഐ ഷാഡോ ഇട്ടില്ല. ഞാൻ ഇതൊന്നും ഇട്ട് ശീലമില്ലാത്തതുകൊണ്ടേ അറിയില്ല. അപ്പോൾ ഞാൻ ഐ ഷാഡോ കൂടി ഇടാമെന്ന് ഓർത്തിട്ട് എൻ്റെ ഇരുന്ന് ചെറിയൊരു പാലറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഏറെക്കുറെ എൻ്റെ ഡ്രസ്സിന് മാച്ച് ആവുന്ന ഒരു കളർ എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ മേളിൽ ഇതൊന്നും തേക്കാൻ എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ ഇഷ്ടമുള്ള രീതിക്കൊക്കെ അങ്ങ് തേച്ചു. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കണേ അല്ലേ? അങ്ങനെ എന്തൊക്കെയൊക്കെയോ കാണിച്ച് 2 കണ്ണ് ഏറെക്കുറെ ഒരുപോലെ ആക്കി ഒപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാഴ്സിൻ്റെ എൻ്റെ വാട്ടർ പ്രൂഫ് ഒരു ഐലൈനർ ജെല്ലാണ്. അത് വെച്ചിട്ട് കണ്ണിൻ്റെ മേളിൽ മാത്രം എഴുതി. മേളിൽ മാത്രം എഴുതുന്നുള്ളൂ, താഴെ എഴുതുന്നില്ല എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ സൊമാറ്റോന്നൊരു ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരം അത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു മസ്കാര ഉണ്ടോ മാഴ്സിൻ്റെ മസ്കാര എടുത്തിട്ട് 2 സ്റ്റെപ്പ് ഉണ്ട് അതിൽ. ആദ്യത്തെ ലെങ്ത്ത് പിന്നത്തെ വോളിയം അത് രണ്ടും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്പ് ലൈനർ വരയ്ക്കാൻ വേണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചുണ്ട് കുറേ അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്നലെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ അത് തുടച്ച് കളയാണ്ട് കിടന്ന് ഉറങ്ങിയത് ഞാൻ മറന്നുപോയി. രാവിലെ എണീറ്റപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ചുണ്ടിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഈ വലിച്ച് പൊള്ളിക്കണ ഒരു സ്വഭാവമുണ്ട്. ഞാൻ എപ്പോഴും മാറ്റണം എന്ന് ഓർക്കും. ബട്ട് സ്റ്റിൽ എനിക്ക് പറ്റാറില്ല. ഞാനത് വലിച്ച് പൊട്ടിക്കും, എൻ്റെ ചുണ്ട് നിറച്ച് ചോര വരും. അതാണ് എൻ്റെ സ്ഥിരം ഇടപാട്. നിങ്ങൾ ഇങ്ങനെയാണോ? ഞാൻ എപ്പോഴും ഇങ്ങനെ എൻ്റെ ചുണ്ട് എപ്പോഴും പൊട്ടിയായിരിക്കും ഇരിക്കാറ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ വിഷ് കെയറിൻ്റെ ഒരു ലിപ് ബാം എടുത്തിട്ട് ചുണ്ടിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ബർഗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് ലിപ് ലൈനർ ജസ്റ്റ് അടിയിൽ കൂടെ നല്ല തിക്ക് ലെയറായിട്ട് വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മാഴ്സിൻ്റെ കളർ ബോംബ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് നടുക്ക് മാത്രം 2-3 ഡോട്ട് ഇട്ടിട്ട് ഞാൻ കൈയും കൊണ്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു ഷെയ്ഡ് ഇട്ടിട്ട് നിങ്ങൾ നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോക്സ് ഒരു സെറ്റിംഗ് സ്പ്രേ ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ പതുക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് നമ്മുടെ മേക്കപ്പ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന മേക്കപ്പാണോ ആ സാധനം അത് നമ്മൾ പതുക്കെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഓർത്തത് ഞാൻ ബ്ലഷ് ഒന്നും ഇടാറില്ല. പക്ഷെ ഞാൻ ഓർത്ത് എന്തായാലും ഈ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. പിന്നെ അതൊക്കെ എടുത്ത് ഇട്ട് നോക്കാൻ പാടില്ല, വലിയ മുടക്കൊന്നുമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ബ്ലഷ് എടുത്തിട്ട് ഞാൻ പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി ഇത് മാഴ്സിൻ്റെ തന്നെ ബ്ലഷാണ് കേട്ടോ. ഷെയ്ഡ് എന്തോ ഡോൺ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഷെയ്ഡ്. അത് കഴിഞ്ഞിട്ട് അതും ഞാൻ തട്ടി ഇട്ട് കൊടുത്തു. എനിക്ക് ഇട്ടപ്പോൾ എനിക്ക് കാര്യം നല്ല ഇഷ്ടമായി. പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും പുറത്ത് പോകില്ല, അതാണ് ഏറ്റവും വിറ്റ്. ഓക്കെ, എന്നിട്ട് ഞാൻ 2 സൈഡിലും നല്ലപോലെ ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്ത് എൻ്റെ കയ്യിൽ വേറൊരു സാധനം കൂടി ഉണ്ട്, മാഴ്സിൻ്റെ ഗ്ലോഫൈ എന്ന് പറഞ്ഞ മറ്റേ ലിക്വിഡ് ഹൈലൈറ്ററും ഉണ്ട്. അപ്പോൾ ഞാൻ അതും എടുത്തിട്ട് കവിളത്ത് 2 തട്ടും കൊടുത്ത് മൂക്കിലും ഒരു വര വരച്ച് താടിയിലും ഒരു ഇത് വരച്ചിട്ട് ഞാൻ പതുക്കെ വീണ്ടും അതുകൊണ്ട് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത്. എൻ്റെ പൊന്നെ അടിപൊളി ഹൈലൈറ്ററാണ്. നല്ല ഗ്ലോ ഉണ്ടായിരുന്നു ഫേസിൽ. ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ഫേസ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ കുഞ്ഞി പൊട്ടെടുത്തിട്ട് നമ്മൾ
നെറ്റിയിൽ അതും കൂടിയും തൊട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫേസിൻ്റെ കാര്യമൊക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ ഹെയർ സ്ട്രെയിറ്റനിങ് വെച്ച് സ്ട്രെയിറ്റ്നർ വെച്ച് സ്ട്രെയിറ്റ് ചെയ്യണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ മുടി അഴിച്ചിട്ടപ്പോൾ അതിങ്ങനെ ലൂസായിട്ട് കിടന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് ഒന്നും ചെയ്യേണ്ട, അത് അവിടെ കിടന്നോളൂ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ സ്ട്രെയിറ്റ് ഒന്നും ചെയ്തില്ല. അത് ഞാൻ നോക്കി പിന്നെ കമ്മലിട്ടിട്ടാന്നല്ല, പിന്നെ ഞാൻ ഓടിപ്പോയി ഒരു കമ്മലൊക്കെ എടുത്തിട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ തന്നെ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ റെഡിയൊക്കെ ആയി പോകാം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ലാസ്റ്റായപ്പം ഇങ്ങനെ മനസ്സ് ഉള്ളിൽ എൻ്റെ സ്ഥിരം പരിപാടിയാണ്. കണ്ണ് മേളിൽ മാത്രം എഴുതി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കും, എന്നാൽ താഴെ എഴുതിയാലോ, അല്ലെങ്കിൽ വേണ്ട അന്ന് എഴുതിയേക്കാം. ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി. എഴുതി കഴിയുമ്പോൾ ഞാൻ ഓർക്കും അല്ലേ വേണ്ട എഴുതണ്ടായിരുന്നു എന്ന്, എഴുതിയില്ലെങ്കിൽ ഞാൻ ഓർക്കും എഴുതായിരുന്നു എന്ന്. ഇതെൻ്റെ എപ്പോഴത്തെയും പരിപാടിയാണ്. എന്നിട്ട് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ മേബിലിൻ്റെ ഒരു കൊളോസൽ കാജൽ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെയും കൂടി എഴുതി കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. സജഷൻസ് ഉണ്ടെങ്കിലും പറയണേ.